ബഹുമാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് അവിടെ വന്നല്ലോ. ഒരു കോർഡിനേഷനും ഇല്ലാതെയും ഒരു സംവിധാനം ഇല്ലാതാണോ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അവിടെ വന്ന് വളരെ കൃത്യമായിട്ട് തിരിച്ചു പോകുന്നത്? ഈ കേരളത്തിലെ ഗവൺമെന്റിന് ഒരു റോളും ഇല്ലാതെ സംഭവിച്ച ഒരു കാര്യമാണോ അവിടെ? അപ്പോൾ അതിന് അവിടെ ദേവസ്വം മന്ത്രി അന്ന് പോയില്ലേ? അവിടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിനോടൊപ്പം സഞ്ചരിച്ച ഒരാളല്ലേ ദേവസ്വം മന്ത്രി. അതിനുശേഷമല്ലേ തുലാമാസത്തെ അവിടെ നട തുറപ്പ് നടന്നത്? രാഷ്ട്രപതി ഉണ്ടെങ്കിൽ മാത്രമേ ദേവസ്വം മന്ത്രി പോയി റിവ്യൂ മീറ്റിംഗ് നടത്തൂ. സാധാരണ തീർത്ഥാടനം നടത്തില്ല. അങ്ങനെയാണോ? അതല്ല ഉദ്ദേശം. നിങ്ങളെ ഈ ആളുകളെ ചീത്ത വിളിപ്പിക്കാനാ കൊണ്ടിരുന്നതെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ ഭാഷയൊക്കെ ഉപയോഗിച്ച് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. അദ്ദേഹത്തെ നിങ്ങൾ ചീത്ത വിളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിയുടെ കമ്മറ്റി പറയുന്ന പോലെ കോൺഗ്രസ് കമ്മിറ്റി പറയുന്ന പോലെ അതൊക്കെ നിങ്ങളുടെ കമ്മിറ്റി കാര്യങ്ങൾ പറയുന്നത്. വസന്ത സോറി, ശ്യാമേ സോറി, KPCC കൂടുകയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതാ. അത് വഴിയേ അറിഞ്ഞോളൂ. CPM പ്രതിനിധി പറഞ്ഞത് ഞാൻ വിവരക്കേടെന്ന് പറഞ്ഞത് അസഭ്യമായി പോയി എന്നാണ്. അദ്ദേഹം പറയുന്ന വിവരക്കേടിനെ അയ്യോ താത്വികമായ അവലോകനമാണ് എന്ന് പറഞ്ഞ് കൈയടിക്കാൻ ഇത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമല്ലെന്നും അദ്ദേഹം പിണറായി വിജയൻ അല്ലെന്നും ഞാൻ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗമല്ലെന്നും അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞ വിവരക്കേട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റിന്റെ സന്ദർശനം ഉണ്ടായപ്പോൾ ഞങ്ങൾ തന്നെയല്ലേ അവിടെ ഇതെല്ലാം ചെയ്തത് എന്ന് ചോദിച്ചാൽ നോക്കൂ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി നിയന്ത്രിക്കുന്നത് കോർഡിനേറ്റ് ചെയ്യുന്നത് ആയതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് PBG ആണ്, പ്രസിഡന്റ്സ് ബോഡി ഗാർഡ് ടീം. അത് നേരിട്ട് രാഷ്ട്രപതി ഭവനാണ് നിയന്ത്രിക്കുന്നത്. സംസ്ഥാന പോലീസിനും അതിന്റെ മേധാവികൾക്കുമായി പങ്കുണ്ട്, പക്ഷേ കോർഡിനേഷൻ പൂർണ്ണമായും അവരാണ്. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞ വിവരക്കേട്. അത് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി.